ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ധ്യാന ശ്ലോകങ്ങളാണ് നമ്മൾ വ്യാഖ്യാനം ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കി ധ്യാന ശ്ലോകം കൂടെ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. അത് ഒന്നുകൂടെ ചൊല്ലാം. സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ശംഖചക്രം, ശംഖചക്ര സമേതം. ശംഖും ചക്രം എന്നിവയോട് കൂടിയും, സ എന്ന് പറഞ്ഞാൽ എന്നിവയോട് കൂടി എന്ന് കിട്ടും. ശംഖചക്ര സഹ, ശംഖും ചക്രത്തോടു കൂടിയും. സ കിരീടകുണ്ടലം, കിരീടസഹ, കിരീടത്തോടു കൂടിയും. പിന്നെ കുണ്ടലം, കുണ്ടലം എന്ന് വെച്ചാൽ ചെവിയിലിടുന്ന കർണാഭരണം. കുണ്ടലം, കുണ്ടലം എന്ന് വെച്ചാൽ ഒരു ഗ്ലോബുലാർ ഫോമിൽ ഉള്ളതായിരിക്കും. അതുകൊണ്ടാണ് അതിന് കുണ്ടലം എന്ന് പറയുന്നത്. അപ്പോൾ കർണകുണ്ടലവും ചെവിയിലണിയുന്ന കുണ്ടലവും. പിന്നെയോ അപ്പോൾ കിരീടത്തോടു കൂടിയും, കിരീടേന സഹ, അതുപോലെ തന്നെ കുണ്ടലേന സഹ ലോർഡ് വിഷ്ണു, ഭഗവാൻ വിഷ്ണു കർണവും, കർണങ്ങളിൽ കുണ്ടലം ധരതി, കുണ്ടലോ രണ്ടെണ്ണം, കുണ്ടലോ ധരതി. അപ്പോൾ കുണ്ടലം ധരിച്ചിരിക്കുന്നവനും കിരീടത്തോടു കൂടിയവനും ശിരസിൽ കിരീടമണിഞ്ഞവനും കർണങ്ങളിൽ കുണ്ടലങ്ങൾ അണിഞ്ഞവനും സപീതവസ്ത്രം, പീതവാസം, ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് പീതവസ്ത്രം, സപീതവസ്ത്രം, പീതവസ്ത്രേണ സഹ എന്ന് പറഞ്ഞാൽ പീതവസ്ത്രം ധരിച്ചവനും. സഹ പീതവസ്ത്രം ഏവ ധരതി, മഞ്ഞപ്പട്ട്, പീതം എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറുള്ള, പീതവർണം, പീതവർണമായ വസ്ത്രം, പട്ട് വസ്ത്രം അണിഞ്ഞവനും. സപീതവസ്ത്രം, പീതവസ്ത്രത്തോടു കൂടിയവനും, അത് ഉടുത്തിരിക്കുന്നവനും, മഞ്ഞപ്പെട്ടുടുത്തവനും. സരസീരുഹേക്ഷണം, സരസീരുഹം, സരസ് എന്ന് പറഞ്ഞാൽ തടാകം എന്നർത്ഥം. രുഹ, സരസീരുഹം, രുഹ, രുഹ എന്ന് വെച്ചാൽ രോഹ, രോഹതി, വർദ്ധത എന്നർത്ഥം. സരസിൽ വർദ്ധിക്കുന്നത് അഥവാ വളരുന്നത്, വർദ്ധത. രുഹ മീൻസ് രോഹതി, വളരുക എന്നർത്ഥം. അപ്പം സരസിൽ, തടാകത്തിൽ വളരുന്നത് എന്ന് പറഞ്ഞാൽ സരസീരുഹം എന്ന് പറഞ്ഞാൽ താമര. അപ്പോൾ താമര പോലെയുള്ള ഈക്ഷണം, ഈക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണുകൾ, ഈക്ഷണം എന്ന് പറഞ്ഞാൽ നോട്ടം എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ സരസീരുഹേക്ഷണം, സരസീരുഹ ഈക്ഷണം, സരസീരുഹേക്ഷണം, താമര പോലെയുള്ള കണ്ണുകളോടുകൂടിയവനും. പിന്നെ സഹാര വക്ഷസ്ഥലശോഭി കൗസ്തുഭം, സഹാര, ഹാരേണ സഹ, ഹാരം മാല, മാലയാ സഹ, ഹാരേണ സഹ, മാലയാ സഹ, മാലയണിഞ്ഞനും. എവിടെ? വക്ഷസ്ഥലം, വക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരസ്, മാരടത്തിൽ മാലയോടുകൂടിയവനും. പിന്നെന്താണ്? ശോഭി, വക്ഷസ്ഥലം, മാരടം, വക്ഷസ്ഥലത്ത് എന്നുകൂടെ ശോഭിക്കുന്നു. ശോഭി കൗസ്തുഭം, കൗസ്തുഭം എന്ന മണിയാൽ ശോഭിക്കുന്നവനും. പിന്നെ നമാമി വിഷ്ണു, അങ്ങനെയുള്ള വിഷ്ണുവിനെ അഹം തസ്മൈ
വിഷ്ണവേ നമഃ. നമാമി അഹം നമാമി തം വിഷ്ണു. ആ വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. കഴിഞ്ഞില്ല. ശിരസ, ശിരസ് കൊണ്ട് നമിക്കുന്നു. ശിരസ അഹം നമാമി. ശിരസ അഹം വിഷ്ണു നമാമി. അപ്പോൾ വിഷ്ണുവിനെ ഞാൻ ശിരസ് കൊണ്ട് നമിക്കുന്നു. എങ്ങനെ? ചതുർഭുജം, 4 കൈകളോട് കൂടിയവനും. അപ്പോൾ 4 തൃക്കൈകളോട് കൂടിയവൻ. നമ്മൾ പറയുമ്പോൾ അർത്ഥം 4 ചതുർഭുജം, 4 കൈകൾ എന്നർത്ഥം. ഇവിടെ 4 തൃക്കൈകളോട് കൂടിയവനും ആയ വിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു എന്നർത്ഥം. ഒരിക്കൽ കൂടെ ചൊല്ലാം. സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ഇനി അടുത്തത്. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനം അമുദശ്യാമമായതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർഭാഗം ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യം സഹിതം കൃഷ്ണമാശ്രയേ. പിന്നെയോ മഹാവിഷ്ണു എവിടെയാണ് ഇരിക്കുന്നത്? അഥവാ ശ്രീകൃഷ്ണൻ എവിടെയാണ് ഇരിക്കുന്നത്? കാരണം അതിന് സഹിതം കൃഷ്ണമാശ്രയേ എന്ന് പറയുന്നത് ഒന്നാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് ശ്രീകൃഷ്ണൻ. ഇവിടെ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഛായായാം പാരിജാതസ്യ, പാരിജാത വൃക്ഷസ്യ ഛായായാം, പാരിജാത വൃക്ഷത്തിൻ്റെ തണലിൽ എന്നർത്ഥം. ഛായായാം, ഛായയിൽ അഥവാ തണലിൽ. ഏതിൻ്റെ? പാരിജാതസ്യ, പാരിജാതത്തിൻ്റെ തണലിൽ. സോ പാരിജാത വൃക്ഷസ്യ ഛായായാം, പാരിജാത വൃക്ഷത്തിൻ്റെ തണലിൽ. ഹേമസിംഹാസനോപരി, സുവർണ സിംഹാസനോപരി. ഹേമം സുവർണം, സിംഹാസന ഉപരി, സിംഹാസനത്തിൽ, സിംഹാസനത്തിൻ്റെ മുകളിൽ. അപ്പോൾ സ്വർണം കൊണ്ടുണ്ടാക്കിയ, ഹേമം കൊണ്ടുണ്ടാക്കിയ സിംഹാസനത്തിൽ, സിംഹാസനോപരി എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിന് മുകളിൽ എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിൽ, ഹേമസിംഹാസനോപരി ആസീനം, ഇരിക്കുന്നവനും. ആസീനം, ഇരിക്കുന്നവനും. ആസീനം അംബുദശ്യാമവർണം. അംബുദം, അംബുദം എന്ന് പറഞ്ഞാൽ ജലം. അംബു ജലം. ഇവിടെ ക്ലൗഡ്സ്, മേഘങ്ങൾ. മേഘത്തിനും അമ്പു എന്ന് പറയും. അതായത് അഥവാ ജലത്തെ ധരിച്ചിരിക്കുന്ന മേഘങ്ങൾ അമ്പു എന്ന് പറയുന്നത്. ആസീനം എവിടെയാണ് ഇരിക്കുന്നത്? സഹ ഹേമസിംഹാസനോപരി സ്വർണസിംഹാസനോപരി തിക്ഷതി ഉപവിശതി. പിന്നെ ആസീനം ഭഗവതഃ വിഷ്ണോഹ വർണ്ണം, ഭഗവാന്റെ നിറം എങ്ങനെയുള്ളതാണ്? അംബുദശ്യാമം, മേഘശ്യാമവർണം. മേഘസ്യ വർണ്ണം അസ്തി. മേഘത്തിൻ്റെ മഴമേഘത്തിൻ്റെ വർണ്ണത്തോടു കൂടിയവനും. അംബുദ മേഘം, അംബുദ ശ്യാമം, ശ്യാമവർണ്ണം എന്ന് പറഞ്ഞാൽ കൃഷ്ണവർണ്ണം. അംബുദത്തിൻ്റെ കൃഷ്ണവർണ്ണത്തോടു കൂടിയവനും എന്ന് പറഞ്ഞാൽ ശ്യാമവർണ്ണം, മഴമേഘത്തിൻ്റെ വർണ്ണം കറുപ്പ്. സോ മേഘവർണ്ണനും മേഘശ്യാമവർണ്ണം, അംബുദശ്യാമവർണ്ണം, മേഘശ്യാമവർണ്ണം എന്നർത്ഥം. ആയതാക്ഷം, നീണ്ടിടം പെട്ട കണ്ണുകളും. ആയത അതിന് മുമ്പ് വന്നിട്ടുണ്ട് ആ വാക്ക്. ആയതാക്ഷം, അക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണുകൾ, നേത്രം. ആയതാക്ഷം, ആയതമായ നീണ്ടിടം പെട്ട കണ്ണുകളോട് കൂടിയവനും. അലങ്കൃതം, അലങ്കരിക്കപ്പെട്ടവനും. വേഷഭൂഷാദികൾ, അതാണ് മാലയാലും പിന്നെ മുക്തത്താലും, മുക്തി
എന്ന് പറഞ്ഞാൽ മുത്തുമണികളാൽ ഉള്ള മാലയാൽ അലങ്കരിക്കപ്പെട്ടവൻ. ഇവിടെ ആയതാക്ഷം അലങ്കൃതം, അലങ്കരിക്കപ്പെട്ടവനും അലങ്കൃതം. ചന്ദ്രാനനം, ചന്ദ്ര സദൃശം ആനനം, ചന്ദ്രന് തുല്യമായിട്ടുള്ള അഥവാ പൂർണ്ണചന്ദ്രനെ പോലെയുള്ള മുഖമുള്ളവനും. ആനനം മുഖം, ചന്ദ്രാനനം മുഖം. സംസ്കൃതത്തിലും മുഖത്തിന് മുഖം എന്ന് പറയാറുണ്ട്. അതുപോലെ സംസ്കൃതത്തിൽ മുഖം എന്ന് പറഞ്ഞാൽ വായ എന്നർത്ഥമുണ്ട്. അപ്പോൾ ചന്ദ്രാനനം, ചന്ദ്രതുല്യം, ചന്ദ്രസദൃശം ആനനം. ചതുർബാഹും, 4 തൃക്കൈകളും. ബാഹു കരങ്ങൾ, ബാഹു കരം, 4 തൃക്കരങ്ങളും. പിന്നെ ശ്രീവത്സാങ്കിത വക്ഷസം, ശ്രീവത്സ അങ്കിതം, ശ്രീവത്സം എന്ന മറുകാൽ അങ്കിതം മാർക്ക് ചെയ്യപ്പെട്ടത്, അടയാളപ്പെടുത്തപ്പെട്ട ശ്രീവത്സാങ്കിത വക്ഷസം, മരണത്തിൽ ശ്രീവത്സം എന്ന മറ് ഉള്ളവനും. പിന്നെയോ രുക്മിണി സത്യഭാമാഭ്യം സഹിതം കൃഷ്ണമാശ്രയേ. അങ്ങനെ രുക്മിണി സത്യഭാമയോടൊപ്പം, രുക്മിണി സത്യഭാമാഭ്യാം സഹിതം, രുക്മിണി സത്യഭാമമാരോടുകൂടി ഇരിക്കുന്നവനും സഹിതം. അങ്ങനെയുള്ള കൃഷ്ണമാശ്രയേ തം കൃഷ്ണം അഹം ആശ്രയാമി. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ ഞാൻ ആശ്രയിക്കുന്നു എന്നർത്ഥം. ഒരിക്കൽ കൂടി ചൊല്ലാം. ഛായായം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമമായതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവനായ ഭഗവാനെ കൊണ്ട് നമസ്കാരം എന്നർത്ഥം. അങ്ങനെ ധ്യാന ശ്ലോകങ്ങൾ സമാപിച്ചിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ നമുക്ക് ഭഗവാന്റെ 1000 നാമങ്ങളുടെ വ്യാഖ്യാനം നോക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.